എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്നത് ലാറ്റിൻ പദമാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇത്രയുമാണ് ശരിയായ പ്രസ്താവനകൾ. ഓസോൺ എന്നത് ലാറ്റിൻ പദമാണ് എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഓസോൺ എന്നതൊരു ഗ്രീക്ക് വേർഡാണ്. ഒസീൻ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഓസോൺ എന്ന പദം ഉദ്ഭവിച്ചത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3 എന്നിവ. 1, 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. മൂന്നാമത്തേത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ഗാന്ധിജിയല്ല, നെഹ്റുവാണ്. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം? രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം? ഓപ്ഷൻ ബി ശുക്രൻ. ശുക്രനാണ് രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി. സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓൾ ഓഫ് ദ എബോവ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. ഓപ്ഷൻ ബി 0.81. 0.81 മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. ഓപ്ഷൻ സി വിശാഖപട്ടണം. വിശാഖപട്ടണമാണ് കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുറമുഖം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓൺലി 1 and 2. ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരൻ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാം.
ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ മൗലിക അവകാശം പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് 1ഉം 2ഉം. ആർട്ടിക്കിൾ 32 പ്രകാരം മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ടായാൽ നേരിട്ട് സുപ്രീം കോടതിയെയാണ് സമീപിക്കാവുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ റെയിൽവേ, കമ്പി, തപാൽ, പോലീസ്, വാർത്താവിനിമയം. ഇവയിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ. ഓപ്ഷൻ സി പോലീസ്. പോലീസാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? ഓപ്ഷൻ സി 3.28. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ 3.28. നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ധനകാര്യം. നാട്ടുരാജ്യങ്ങളും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുണ്ടാക്കിയ ലയന കരാറിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ധനകാര്യമാണ്. മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. മസൂലിപ്പട്ടണം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രജൻ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി 1, 2, 4, 5. മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. ഇവയിലുള്ള അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഓപ്ഷൻ സി 1857 വിപ്ലവം. 1857 വിപ്ലവമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. സൂപ്പർ സോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. സൂപ്പർ സോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ ബി ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് സൂപ്പർ സോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 24. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുക. മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ രൂപം കൊള്ളുന്നു. വായു അറകളുടെ അസാന്നിധ്യം. ഉൽക്കകൾ കത്തുന്നു. ഉയരം തോറും താപം ഗണ്യമായി വർദ്ധിക്കുന്നു. ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 സി മിസോസ്ഫിയർ, ഉൽക്കകൾ കത്തുന്നു. 2 ഡി തെർമോസ്ഫിയർ, ഉയരം തോറും താപം ഗണ്യമായി വർദ്ധിക്കുന്നു. 3 ബി സ്ട്രാറ്റോസ്ഫിയർ, വായു അറകളുടെ അസാന്നിധ്യം. 4 എ ട്രോപ്പോസ്ഫിയർ, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ രൂപം കൊള്ളുന്നു. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ?
ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആലുവ സർവമത സമ്മേളനം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം ആലുവ സർവമത സമ്മേളനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാക്കാച്ചിക്കാട അല്ലെങ്കിൽ തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം. മാക്കാച്ചിക്കാട അല്ലെങ്കിൽ തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം. ഓപ്ഷൻ ബി തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് മാക്കാച്ചിക്കാട് അല്ലെങ്കിൽ തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ മലനാട്. മലനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. ചുവടെ പറയുന്ന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, നാളികേര ഗവേഷണ കേന്ദ്രം, കശുവണ്ടി ഗവേഷണ കേന്ദ്രം, കാപ്പി ഗവേഷണ കേന്ദ്രം. കാസർഗോഡ്, ബാലരാമപുരം, ചൂണ്ടൽ, ആനക്കയം. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. A1 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, B2 നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, C4 കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, D3 കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആശ്രയത്വ നിരക്ക്. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ആശ്രയത്വ നിരക്ക്. ഹിമാലയത്തിന്റെ ഏതു ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ഹിമാലയത്തിന്റെ ഏതു ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ കശ്മീർ ഹിമാലയം. ഹിമാലയത്തിന്റെ കശ്മീർ ഹിമാലയം ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. ഓപ്ഷൻ ബി പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് കുറവായിരിക്കും, കൂടുതലായിരിക്കും, തുല്യമായിരിക്കും, ഇവയൊന്നുമല്ല. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് ഓപ്ഷൻ സി തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. എത്മോയിഡ് അസ്ഥി മനുഷ്യശരീരത്തിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? എത്മോയിഡ് അസ്ഥി മനുഷ്യശരീരത്തിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ തലയോട്. എത്മോയിഡ് അസ്ഥി മനുഷ്യശരീരത്തിൽ തലയോടിലാണ് കാണപ്പെടുന്നത്. സ്വത്തവകാശമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. സ്വത്തവകാശമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 3ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ആർട്ടിക്കിൾ 300A സ്വത്തവകാശമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ.
1978 44 ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തിനുള്ള അവകാശം മൗലികാവകാശത്തിന് പകരം ഭരണഘടനാപരമായ അവകാശമായി മാറി. സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല. ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയതാര്? ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയതാര്? ഓപ്ഷൻ ഡി വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദാണ് ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത്. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് 22 ജൂലൈ 1947 കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ഓപ്ഷൻ ബി കണിക്കൊന്ന. കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ചുവടെ പറയുന്ന കായിക താരങ്ങളിൽ ആരാണ് ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ചുവടെ പറയുന്ന കായിക താരങ്ങളിൽ ആരാണ് ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെയാണ് ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക താരം. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മേഘാലയ. മേഘാലയ സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? നോട്ടടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായിട്ടുള്ളതാണ്. 1, 2, 3, 4 ശരി. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത്. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ ബി 21-ാം അനുച്ഛേദം. 21-ാം അനുച്ഛേദത്തിലാണ് നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം. ഓപ്ഷൻ ബി പാഠകം. പാഠകം എന്ന കലാരൂപമാണ് കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല എന്നറിയപ്പെടുന്ന കലാരൂപം. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതെന്ന്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതെന്ന്. ഓപ്ഷൻ ബി 2020 ജനുവരി 10. 2020 ജനുവരി 10 ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ചൈത്രഭൂമി. അംബേദ്കറുടെ സമാധി സ്ഥലം ചൈത്രഭൂമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത്? തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത്? ഓപ്ഷൻ സി മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായിട്ടാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഓപ്ഷൻ ബി പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു? ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഓപ്ഷൻ സി 10. ഇന്ത്യയിൽ സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ചെറുനാരങ്ങിൽ അടങ്ങിയ ആസിഡ്. ചെറുനാരങ്ങിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ആണ് ചെറുനാരങ്ങിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഏറ്റവും അധികം ആളുകൾ നഗരങ്ങളിൽ വസിക്കുന്ന സംസ്ഥാനം. ഏറ്റവും അധികം ആളുകൾ നഗരങ്ങളിൽ വസിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി തമിഴ്നാട്. ഏറ്റവും അധികം ആളുകൾ നഗരങ്ങളിൽ വസിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. ഓപ്ഷൻ സി കാൻഡല. കാൻഡലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം. ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 1689. 1689 ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.